ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും. ഇത് കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന്. ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പീസ് ലില്ലിയെക്കുറിച്ച്. അതിൻ്റെ അന്നത് കൊഴുക്കട്ട ശനിയാഴ്ച തൊട്ടുള്ള വിവരങ്ങളായിരുന്നു അതിനകത്ത്. ഇന്നിപ്പോൾ പരിസ്ഥിതി ദിനത്തിന് ആ പീസ് ലില്ലിയുടെ അവസ്ഥ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ട, നല്ല വെളുത്ത പൂക്കളായിട്ട് നിന്നിരുന്ന ആ പീസ് ലില്ലിയുടെ വെളുത്ത പൂക്കളെല്ലാം ഇപ്പോൾ പച്ച നിറമായി, ഇല പോലെയാണ് ഇപ്പോൾ ഇരിക്കണത്. കണ്ടോ, പീസ് ലില്ലി ഇതിനകത്ത് നല്ല വെളുത്ത നിറത്തിലൊരു മെഴുകുതിരി പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ പച്ച നിറമായി, കടുംപച്ച നിറമായി. അത് കഴിഞ്ഞിപ്പോൾ പഴുത്തു. ഇത് കായ്കളാണോ എന്നും എനിക്കറിയത്തില്ല. ഞാനിതൊന്ന് പറിച്ചു നോക്കിയതാണ്. ഇതിനകത്ത് കായ്കൾ പോലെ എന്തോ ഉണ്ട്, പക്ഷേ ഉണങ്ങിപ്പോയില്ല. എല്ലാം തന്നെ മഴ വന്നപ്പം ചീഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇതുണ്ടോ, കായാണെന്ന് തോന്നുന്നു. ചക്കയ്ക്ക് കുഞ്ഞിയൊക്കെ ഉള്ള പോലെ ഇതിൻ്റെ നടുക്കൊരു കുഞ്ഞിയുണ്ട്. ആ മുള്ളു പോലെ നിൽക്കുന്നതിൻ്റെ ചുവട്ടിൽ ഒരു കുരു പോലെയുണ്ട്. നമുക്കതൊന്നും കൂടെ പൊട്ടിച്ചു വേണം നോക്കാം. ഇത് കണ്ടോ, എൻ്റെ കയ്യിലിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു കുരു ഞാൻ അടത്തിയെടുത്ത കുരുവാണോ മുളയ്ക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. കണ്ടോ, വേറെ കിളുത്താണ് സാധാരണ ഇതുണ്ടാകുന്നത്. ഈ പീസ് ലില്ലിയുടെ അടുത്തുണ്ടായിരുന്ന ഈ കുതിര അല്ലെങ്കിൽ ആന്തൂറിയം ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെ നമുക്ക് 2 പീസ് ലില്ലി കൂടെ നടുകയും ചെയ്യാം. ഈ പീസ് ലില്ലിയാണ് നമ്മൾ ആ കുഴിയിലേക്ക് നടാൻ പോണത്. ഇതേ സാമാന്യം വലിയൊരു കുഴി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കതിലേക്ക് മാറ്റി നടാം. ഇതിൻ്റെ ചുവട്ടിൽ മുത്തങ്ങാപ്പുല്ലുണ്ടായി നിൽപ്പുണ്ട്. മുത്തങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവോ, ഇതൊരു ഔഷധ ചെടിയാണ് കേട്ടോ, പുല്ല്. അപ്പം നമുക്കിനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിത് ഇളക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതെടുത്ത് അതിൻ്റെ അടിയിലത്തെ മണ്ണൊക്കെ കളഞ്ഞ് കുറച്ച് വേരും കളഞ്ഞ് വെച്ച്, കണ്ടോ 2-3 വർഷം ഇതല്ലേ ഇരിക്കാൻ തുടങ്ങിയിട്ട്, കളഞ്ഞിട്ട് വേണം അതിനകത്തേക്ക് വയ്ക്കാൻ. നന്നായിട്ട് ഉറച്ചിരിക്കുക. ഞാൻ ആ പീസ് ലില്ലിയുടെ കുറേ വേരുകൾ കണ്ടോ മുറിച്ച് കളഞ്ഞു. എന്നിട്ട് പീസ് ലില്ലിയെ ആ കുഴിയിലേക്ക് വെച്ചു. അതിൻ്റെ മണ്ണ് അതിൻ്റെ ചോട്ടിൽ നിന്ന് കുറേ കൂടെ ഒന്ന് കുഴി നികന്നു പോയല്ലേ. സാധാരണ നമ്മൾ നടുമ്പം അടിസ്ഥാന വളമായിട്ട് ചാണകമാണ് ഇട്ട് കൊടുക്കണേ. പക്ഷെ ഇന്ന് നല്ല മഴയല്ലേ. പക്ഷെ ഇനി പുതിയ ഇളവേര് പൊട്ടി വരുമ്പം ഇച്ചിരി കരുത്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇടണം. അപ്പം ഞാനൊരു കുറച്ച് എല്ലുപൊടി, അതുപോലെ കുറച്ച് മുട്ടത്തോട്, പിന്നെ നമ്മൾ നടുന്ന സമയം നല്ല മഴയുള്ള ദിവസമല്ലേ, അതുകൊണ്ട് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, ഇത്രയാണ് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. അല്ല കീടബാധയൊക്കെ വരാതിരിക്കാൻ വേണ്ടി. ഇനി നമുക്കിത് മണ്ണിട്ട് ഇതിൻ്റെ ചുവട് ഉറപ്പിക്കാം. ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ചവിട്ടി ഉറപ്പിക്കണം. അപ്പോൾ മണ്ണ് ഇച്ചിരി കൂടുതൽ ഇതിൻ്റെ ചുവട്ടിലോട്ട് കൂട്ടി വെച്ചിട്ട് നമുക്കങ്ങ് നല്ല എല്ലാ വശവും അങ്ങ് ചവിട്ടിയാൽ മതി. ഉറച്ച് താന്നു വന്നോളൂ. ഇതിൻ്റെ ചുവട്ടി വെള്ളം നിൽക്കാതിരിക്കാൻ എത്രയും ചവിട്ടി ഉറപ്പിക്കാവോ അത്രയും ഉറപ്പിക്കുന്നത് നല്ലതാണ്. വേറുള്ള എന്ത് നടുമ്പം നന്നായിട്ട് ഉറപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു പീസ് ലില്ലി പരിസ്ഥിതി ദിനമായിട്ട് നട്ടു. അല്ലെങ്കിൽ ഈ മഴയത്ത് നമ്മൾ നടാൻ പോകുകയില്ല അല്ലേ. എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. അതുപോലെ എല്ലാവരും പ്രകൃതി ശുചിത്വമുള്ളതായിട്ടും അല്ലെ നമ്മുടെ ഭൂമിയെ നമുക്ക് സംരക്ഷിക്കാം, ചെടികൾ നട്ടുപിടിപ്പിക്കാം. ബൈ.